വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 കൊറിന്തോസ് ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനം. പൗലോസ് ലീഹ ഒരു വലിയൊരു രഹസ്യം നമ്മോട് പറയുകയാണ്. രഹസ്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈ വചനത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുക. കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് ലീഹ പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് ലീഹ ശക്തമായിട്ട് സമർത്ഥിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയെ എന്നെ എന്തോ ആക്കി തീർത്തു. എൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നിടത്തോളം കാലം എനിക്ക് മുന്നോട്ട് ഒരു നേട്ടങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ പൗലോസ് ലീഹ ഒരു രഹസ്യം പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ഒരു ദൈവകൃപയുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ആദ്യമേ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപ എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജോലി മേഖലകളിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപ ഞാൻ എന്താഗ്രഹിക്കുന്നു അവിടേക്ക് കടന്നു വരട്ടെ. ഇങ്ങനെ തീക്ഷ്ണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം പൗലോസ് ലീഹ പറയുന്നു, ദൈവകൃപ ഉണ്ടെങ്കിൽ ദൈവ പദ്ധതിയിലേക്ക് ആ കൃപ നമ്മളെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിൽ നിറയും. അപ്പോൾ ദൈവകൃപയാണ് നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നയിക്കുന്നത്, നമ്മളെ കൈക്ക് പിടിച്ച് നയിക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് നോക്കുക, വചനം നോക്കുക, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പൗലോസ് ലീഹായുടെ ഈ വചനത്തിന് വളരെയധികം പ്രശസ്തിയുണ്ട്. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും, കർത്താവിനെ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു കൃപ ചൊരിയുന്നുണ്ട്. പക്ഷേ കാലക്രമേണ ഈ കൃപ നഷ്ടപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. അതാണ് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കൃപ നഷ്ടപ്പെട്ടിട്ടില്ല, നിഷ്ഫലമായി പോയിട്ടില്ല. അത് ഒരു പ്രയോജനം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഇപ്പോൾ നീ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ, കർത്താവിൻ്റെ കൃപ നിൻ്റെ ഉള്ളിൽ വന്നിറഞ്ഞാൽ, ഈ കൃപ നിന്നെ ഒരു വലിയ പദ്ധതിയിലേക്ക് നയിക്കും, ഒരു വലിയൊരു അഭിഷേകത്തിലേക്കും കൃപയിലേക്കും നിന്നെ നയിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൃപയെ ഞാൻ തിരസ്കരിച്ചാൽ ഈ കൃപ കൊണ്ട് ഫലമില്ലാതായി പോകും. ജീവിതത്തിൽ അന്ധകാരം നിറയാൻ ഒരു സാധ്യതയുണ്ട്. അന്ധകാരം നിറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഉള്ളിലെ കൃപ കുറഞ്ഞു പോയതാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് തീക്ഷ്ണമായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. എന്താണെന്നറിയാവോ? നമ്മുടെ കുടുംബത്തിലെ പല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഉള്ളിലെ കൃപ നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിക്ക് വേണ്ടി നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവം ഈ പദ്ധതി നിറവേറാൻ നീ പ്രാർത്ഥിച്ച് തുടങ്ങും മുമ്പേ നിൻ്റെ ഉള്ളിൽ ഒരു കൃപ നിക്ഷേപിച്ചു കഴിഞ്ഞു. പൗലോസ് ലീഹ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എത്രത്തോളം സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടു, എത്രത്തോളം ആളുകളെ മാനസാന്തരപ്പെടുത്തി, എത്രത്തോളം ആളുകൾക്ക് വിശ്വാസം പകർന്നു കൊടുത്തു. ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട സമയത്ത് തന്നെ ഈ മനുഷ്യന് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട കൃപ ദൈവം നിക്ഷേപിച്ചു കഴിഞ്ഞു. നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ ഉള്ളിലൊരു കൃപ ദൈവം നിക്ഷേപിച്ചു കഴിഞ്ഞു. ഈ കൃപ കൊണ്ട് നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിനക്ക് എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ ഇന്ന് നിനക്കത് എത്തിപ്പെടാൻ സാധിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ചില കാരണങ്ങൾ
കാരണങ്ങൾ കൊണ്ട് മനസ്സ് വിങ്ങി ആരോട് സംസാരിക്കാൻ പോലും കഴിയാതെ വളരെ നിരാശയിൽ നീ കഴിയുന്നെങ്കിൽ, ആത്മഹത്യക്ക് പോലും നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യം ഇതാണ്: ആ ദൈവകൃപ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ശരിക്കും ചിന്തിക്കുക, എന്താണ് നമ്മുടെ സ്വത്ത്? നമ്മുടെ സ്വത്തെന്ന് പറയണത്, അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയണത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റാളുകൾ, ഈ കാര്യങ്ങളൊന്നും നമ്മളൊരു വലിയ ഒരു നഷ്ടബോധത്തിലേക്ക് നയിക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾക്കുണ്ടാകുന്ന കുറവ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇടിച്ചിൽ, ഇതൊന്നും നമ്മളെ നഷ്ടബോധത്തിലേക്ക് നയിക്കാൻ പാടില്ല. ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം പ്രിയപ്പെട്ടവരെ, ദൈവകൃപ ഉള്ളിലുണ്ടെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പുറമേയുള്ള എല്ലാ കാര്യങ്ങളെയും അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കും. പൈശാചികമായ ശക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഉള്ളിലെ കൃപ മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, പിശാച് വന്നിരിക്കുന്നത് മോഷ്ടിക്കാനാണ് വന്നിരിക്കുന്നത്. പിശാചിന് നിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പിശാചിന് നിൻ്റെ ആരോഗ്യം മോഷ്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പിശാചിന് നിൻ്റെ ജോലി മോഷ്ടിച്ചു പോയതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. പിശാചിന് നിൻ്റെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇതൊന്നും പിശാചിന് ആവശ്യമുള്ള കാര്യമല്ല. പിശാചിന് ആകെ ആവശ്യമുള്ള കാര്യം നിൻ്റെ ഉള്ളിലുള്ള ദൈവകൃപ. കാരണം നീ ദൈവകൃപയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഈ കൃപ നിന്നെ ദൈവിക പദ്ധതിയിലേക്ക് എത്തിക്കും. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാച് നിൻ്റെ ജോലിയെ എടുത്തുകൊണ്ട് പോയി, പിശാച് നിൻ്റെ ആരോഗ്യം എടുത്തുകൊണ്ട് പോയി, പിശാച് നിൻ്റെ കുടുംബം തകർത്തു, ഇങ്ങനൊന്നും പറയരുത്. പിശാച് എടുത്തുകൊണ്ട് പോകുന്നത് നിൻ്റെ ഉള്ളിലെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, പിശാച് മെല്ലെ മെല്ലെ ഓരോരോ കൃപകൾ എടുത്തുകൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്ന് എല്ലാം കൂടെ ആക്രമിക്കുന്നല്ല, മെല്ലെ മെല്ലെ ഓരോ കൃപകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോകും. എല്ലാ കൃപയും നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിശാച് നമ്മളെ ആക്രമിക്കുന്നത് 360 ഡിഗ്രിയിൽ അവൻ ആക്രമിക്കുന്നത്. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കുടുംബത്തിൽ ഒരു സമാധാനമില്ല അച്ഛാ, ഒരു കാര്യം ചെയ്തിട്ട് വിജയമില്ല, ജോലി നഷ്ടപ്പെട്ടു, ബാങ്കിലാണെന്നുണ്ട് സാമ്പത്തികമായിട്ട് കടങ്ങളാണ് ബാങ്കിൽ കിടക്കുന്നത്, ആശുപത്രി പോയി കഴിഞ്ഞാൽ അത് രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിന് മരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ പറയുന്ന കാര്യം, ഒരു സ്ഥലത്തു നിന്നും ഒരു സമാധാനമില്ല അച്ഛാ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നൊരു കാര്യം, ചേട്ടാ കുമ്പസാരിച്ചിട്ട് എത്ര കാലമായി, അല്ലെ സഹോദരി കുമ്പസാരിച്ചിട്ട് എത്ര കാലമായി? പ്രിയപ്പെട്ടവർക്കൊക്കെ പറയാനുള്ളൊരു കാര്യം, കുമ്പസാരിച്ചിട്ട് 3 കൊല്ലം, കുമ്പസാരിച്ചിട്ട് 5 കൊല്ലം, ചിലർ പറയും കുമ്പസാരിച്ചിട്ട് 15 കൊല്ലം. ഈ 15 കൊല്ലത്തിനിടയ്ക്ക് ദൈവത്തിൻ്റെ കൃപ വന്ന് നിറഞ്ഞ സമയത്ത് മുഴുവൻ പൈശാചിക ശക്തി ഒന്നൊന്നായിട്ട് അത് എടുത്തുകൊണ്ട് പോയെന്ന് നമ്മൾ മറക്കരുത്. കർത്താവിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ കൃപ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഈ സമയം വന്നു ചേർന്നപ്പോൾ ഇതാ പൈശാചിക ശക്തി എല്ലാ സ്ഥലത്തു നിന്നെ ആക്രമിക്കുക. അതുകൊണ്ടാണ് നിനക്കിന്ന് അനുഭവപ്പെടുന്നത് കുടുംബത്തിൽ സമാധാനമില്ല, ജോലിയില്ല, സമ്പത്തില്ല, രോഗങ്ങൾ വരുന്നു, ഓരോന്നായിട്ട് ആക്രമിക്കുകയാണ്. ചിന്തിക്കേണ്ട കാര്യം, ഈ സമയത്ത് നിരാശയിലൂടെ പോയി അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ നടന്ന് വീണ്ടും അധപതിക്കാനുള്ളതല്ല. ഈ സമയത്ത് കർത്താവിൻ്റെ ഒരു വചനം നമ്മൾ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവനിൽ നിന്ന് കൃപയ്ക്കുമേൽ നാം കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ വചനം, 1-ാം അധ്യായം 15-16. ശ്രദ്ധിച്ചു കേൾക്കുക. സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ്, യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ്, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു. ഇനി യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുന്നത് നിൻ്റെ ജോലിയല്ല, കൃപയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുന്നത് നിൻ്റെ കുടുംബത്തെ അല്ല, കൃപയാണ്. ഈ കൃപയാണ് പിന്നീട് ഭാര്യയായും ഭർത്താവായും മക്കളായും മാറുന്നത്. ഈ കൃപ നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ആ കൃപ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ഉള്ളിൽ കൃപ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, യേശുവിനെ നീ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നിനക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകാം. ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് പറയുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. 2 കൊറിന്തോസ് അതിൻ്റെ 12-ാം അധ്യായം 9-ാം തിരുവചനം പൗലോസ്ലീഹ പറയുകയാണ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? കൃപ വേണം, ഉള്ളിൻ്റെ ഉള്ളിൽ കൃപ വേണം. നമ്മൾ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? നല്ല കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ചോദ്യം ഇതാണ്, ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൈശാചിക ശക്തി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് മറ്റുള്ള കാര്യങ്ങളല്ല, നിൻ്റെ ഉള്ളിലെ സത്യമായ കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, വലിയൊരു അഭിഷേകത്തിൽ നിന്നെ നയിക്കട്ടെ. മാതാവിനെ നോക്കിയിട്ട്
മാതാവിനെ നോക്കിയിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞെന്നറിയാവോ? നോക്കി, ഇങ്ങനെയാണ് പറയുന്നത്. ദൂതൻ അവളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. എന്താ ദൂതൻ പറഞ്ഞത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ് മാതാവിനെ. ഇതാണ് പറയണത്. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ, ആ ശക്തി നിറഞ്ഞ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മാതാവിൻ്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം അനുഗ്രഹങ്ങൾ ചൊല്ലുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കൊന്തയില്ലാത്ത വീടുണ്ടാവുമോ? ഒരു നല്ല കുടുംബമാണെങ്കിൽ ആ വീട്ടിൽ കൊന്ത ചൊല്ലും. എന്താണ്? മാതാവില്ലാത്ത കുടുംബങ്ങളില്ല, മാതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത കുടുംബമില്ല. കാരണം എന്താ? മാതാവ് കൃപ കൊണ്ട് നിറഞ്ഞു. ഈ മാതാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞല്ലോ. ഈ മാതാവ് കാൽവരി വരെ ഈശോയെ അനുഗമിച്ചു. ആ കൃപയെ അനുഗമിച്ചു മാതാവ്, ദൈവത്തെ അനുഗമിച്ചു മാതാവ്. കാൽവരി കുരിശിൽ തളർന്നു പോയില്ല. കൃപ ഉള്ളിൽ നിറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തളരില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാതാവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കൃപ നിറഞ്ഞവളെ. കൃപ നിറഞ്ഞ വ്യക്തി ജീവിതത്തിൽ തളരില്ല. മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന സഹോദര സഹോദരി, കിടപ്പിലായിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് കണ്ണുനീരോടുകൂടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നീ ഭാര്യ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഭർത്താവാണെങ്കിൽ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയെക്കുറിച്ച് വേദനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ ഈ കൃപയുടെ അഭിഷേകം, ഈ കൃപയുടെ ശക്തി എൻ്റെ കുടുംബത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കൃപ നിറഞ്ഞ വ്യക്തി ഒരിക്കലും തളർന്നു പോവില്ല. മാതാവ് കാൽവരി കുരിശിൻ്റെ മുകളിൽ പോലും ഒരിക്കലും അവിടെ ഈശോയെ കണ്ടപ്പോഴും തളർന്നു പോയില്ല. പ്രിയപ്പെട്ടവരെ, വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധ ജീവിതം, ഈ പരിശുദ്ധ മാതാവ് എന്ത് ചെയ്തെന്നറിയാവോ? എലിസബത്തിനെ കാണാൻ വേണ്ടി പോയി. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? എലിസബത്ത് നല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു കുടുംബം. എലിസബത്തും സക്കറിയ പുരോഹിതൻ, എലിസബത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇത്രയും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഈ എലിസബത്തിനെ കാണാൻ വചനം പറയുന്നു മാതാവ് തിടുക്കത്തിൽ പോയി. കൃപ നിറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഊർജ്ജം ഉണ്ടാവും. കൃപ നിറഞ്ഞ വ്യക്തി ചെയ്യുന്ന കാര്യവും കൃപയില്ലാത്ത വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളും വളരെ വ്യത്യാസമാണ്. കൃപ നിറഞ്ഞ വ്യക്തി ചെയ്യുന്നത് വളരെ വ്യത്യാസം. മാതാവ് തിടുക്കത്തിൽ പോയി എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നറിയാവോ? വചനം പറയുന്നു, ആ ദിവസങ്ങളിൽ, ലൂക്കായുടെ സുവിശേഷം 1:39 മുതൽ, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. നോക്കുക, കൃപ നിറഞ്ഞ വ്യക്തി കൃപ നിറഞ്ഞ വേറൊരു വ്യക്തിയെ കാണാൻ പോകുന്നു. നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ബന്ധങ്ങളെക്കുറിച്ച് വളരെ വളരെ നമ്മൾ സൂക്ഷിച്ച് ആലോചിക്കേണ്ട ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ. നോക്കിയേ, കൃപ നിറഞ്ഞ മറിയം കൃപ നിറഞ്ഞ വ്യക്തി അന്വേഷിച്ചു പോയി. ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ കൃപയില്ലാത്ത വ്യക്തികളെ അന്വേഷിച്ച് ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച കൃപ എടുത്ത് ദൂരെ കളയാൻ വേണ്ടി ഞാൻ പോവുകയാണ്. കൃപയില്ലാത്ത വ്യക്തികളെ അന്വേഷിച്ച് ഓരോ ദിവസവും ഫേസ്ബുക്കിലും വാട്സപ്പിലും തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഉള്ളിലെ കൃപ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് തന്നെ കുഴി തോണ്ടുന്ന വ്യക്തിയായിട്ട് മാറുന്നു. സഹോദര സഹോദരി, ഇന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക. എന്നിട്ട് എന്തെന്നറിയാവോ? എലിസബത്ത്, വചനം പറയുന്നു, മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അടുത്ത വചനം പറയുകയാണ്, ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ ദുഃഖം തളം കെട്ടി നിന്നിരുന്ന ഒരു കുടുംബത്തിലേക്ക് മാതാവ്, കൃപ നിറഞ്ഞ മാതാവ് ചെന്നപ്പോൾ ഇതാ അവിടെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അടുത്ത തലമുറയിലെ യോഹന്നാൻ പോലും ഇതാ സന്തോഷത്താൽ നിറഞ്ഞു. ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കുടുംബത്തിൽ കൃപ നിറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ കുടുംബത്തിലെ ദുഃഖം എടുത്തു മാറ്റുവാനുള്ള ശക്തി കർത്താവ് കൊടുക്കും. ഏത് കാരണം കൊണ്ടാണോ ആ കുടുംബത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്? ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില തകർച്ചകളായിരിക്കാം, ചില മോശം രീതികളായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ദുഃഖം ചില പ്രത്യേക കാരണങ്ങൾ, ഓരോ കുടുംബത്തിൽ ഓരോ കാരണങ്ങളാണ് ദുഃഖത്തിന്. ചില കുടുംബത്തിൽ പിന്നെ ചെറിയ നിസ്സാര കാര്യം മതി, അതോടുകൂടി ആ കുടുംബം വലിയ ദുഃഖത്തിലേക്ക് വീണ് പോകും. നമുക്ക് അങ്ങനെ കൊണ്ട് ആരും പറയാൻ പറ്റില്ല നിങ്ങളെന്താ ദുഃഖിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കുടുംബത്തിൽ കൃപ നിറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൃപയിലൂടെ ദൈവം ആ കുടുംബത്തെ പിടിച്ചുയർത്തും. നോക്കുക, ഈ മാതാവ് ഇതാ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ ഇതാ ആ കുടുംബത്തിലേക്ക് വലിയൊരു അനുഗ്രഹവും സന്തോഷവും സമാധാനവും എല്ലാം കടന്നു വന്നില്ലേ? നമ്മൾ ചിന്തിക്കുക, ഞാൻ എങ്ങോട്ടാണ് അന്വേഷിച്ച് പുറപ്പെടുന്നത്? ഈ അടുത്ത് ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധത്തകർച്ചയുടെ ഒരു കാര്യം ഓർക്കുകയാണ്. അതിങ്ങനെയാണ് സംഭവിച്ചത്. ഒരു യുവാവായിട്ടുള്ള ഒരു വ്യക്തി
അവൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല മകനായിരുന്നു. ബിടെക്കൊക്കെ കഴിഞ്ഞ് ബിടെക്കും കഴിഞ്ഞ് അവൻ MBAയും കൂടെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടി. ഇതുപോലെ സ്വർഗം പോലെയുള്ള ഒരു കുടുംബം, സന്തോഷത്തിൽ എന്നും പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന കുടുംബം. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, ഒരു അന്യമതസ്ഥയായ പെൺകുട്ടിയുമായിട്ട് ഇവൻ ഒരു പ്രണയത്തിലായി. എന്ന് പറഞ്ഞാലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെല്ലാം മോശക്കാരാണ്, ഇങ്ങനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചിന്തിക്കേണ്ട ഗൗരവമായിട്ടുള്ള കാര്യം എന്നറിയാമോ? ഈ പെൺകുട്ടിയുടെ ചില അന്ധവിശ്വാസങ്ങൾ. ഈ പെൺകുട്ടി പറയും ചൊവ്വാഴ്ച ശരിയല്ല, ഈ പെൺകുട്ടി പറയും വെള്ളിയാഴ്ച ശരിയല്ല. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു വെള്ളിയാഴ്ച ദിവസം ക്രൂശിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചതൊന്നും പിന്നെ ഇവനങ്ങോട്ട് ഒന്നും നോക്കുന്നില്ല. പിശാച് പിന്നെ ഇവൻ്റെ കണ്ണിനെ കൂടെ അന്ധമാക്കി. ഇവൻ്റെ ഉള്ളിലെ കൃപ മെല്ലെ മെല്ലെ പോകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. കൃപയുടെ വ്യക്തിയെ അന്ധകാരത്തിൽ പിടിച്ചു തള്ളുവാൻ വേണ്ടി ചില വളരെ മനോഹരമായ ബന്ധങ്ങളൊക്കെ പിശാച് ഒരുക്കി വെക്കും. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും വളരെ ആകർഷകമായിട്ട്, വളരെ നല്ലതായിട്ടൊക്കെ ഇങ്ങനെ തോന്നും. ഈ കൃപ നിറഞ്ഞ വ്യക്തിയുടെ ഉള്ളിലെ കൃപ മോഷ്ടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ആ മകൻ്റെ ജീവിതം തകർത്ത് ആ കുടുംബത്തിൽ ഒരു നിരാശ കൊണ്ടുവരിക. ഇതാണ് പിശാചിൻ്റെ ലക്ഷ്യം. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇവന് ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി. ഇവൻ മെല്ലെ മെല്ലെ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ സത്യദൈവത്തെ ഉപേക്ഷിച്ച് പല വഴികളിൽ കൂടെ നടന്നു. നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നാമമല്ലാതെ വേറെ എന്ത് നാമമാണ് നിനക്ക് രക്ഷയ്ക്ക് വേണ്ടി വേണ്ടത്? കർത്താവിൻ്റെ കൃപയല്ലാതെ, ഈ ദൈവത്തിൻ്റെ ശക്തി അല്ലാതെ വേറെ എന്ത് ശക്തിയാണ് നിനക്ക് വേണ്ടത്? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ വചനം സുഭാഷിതങ്ങൾ അതിൻ്റെ 14-ാം അധ്യായം 12-ാം തിരുവചനം, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. പ്രിയപ്പെട്ടവരെ, ഈ മകൻ്റെ ജീവിതത്തിൽ ശരിക്കും നഷ്ടപ്പെട്ടത് എന്താണെന്ന് ആ മകൻ തിരിച്ചറിയണം. അപ്പനെയും അമ്മയും ഇപ്പം കാണാൻ സാധിക്കുന്നില്ല. അവൻ വേറൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ടു. നഷ്ടപ്പെട്ട കൃപയുടെ കണക്ക് ആ മകനൊന്ന് വിലയിരുത്താൻ സാധിക്കുന്നില്ല. വാസ്തവത്തിൽ പൈശാചിക ശക്തി അവനിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്താണെന്നറിയാമോ? അവൻ്റെ അപ്പൻ്റെ സ്നേഹം. വർഷങ്ങളായി ഓമനിച്ച് വളർത്തിയ അപ്പൻ്റെ ആ ഒരു സ്നേഹവും കൃപയും അതങ്ങ് എടുത്തു മാറ്റി. അമ്മയുടെ പരിപാലന, അമ്മയുടെ സ്നേഹം, അമ്മയുടെ അതെല്ലാം അങ്ങ് എടുത്തു മാറ്റി. വർഷങ്ങളായിട്ട് അവനെ പഠിപ്പിച്ച് അവനൊരു ജോലി കിട്ടി, ഒരു വലിയ നന്മയുടെ ഒരു ഭാവി, ആ ഒരു അനുഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്, ആ കൃപയുണ്ട്. ആ കൃപയുടെ നീർച്ചാൽ അതും കൂടെ എടുത്തു മാറ്റി. പിശാചിൻ്റെ ലക്ഷ്യം ഓരോരോ അനുഗ്രഹങ്ങൾ, അവൻ്റെ കുടുംബത്തിലെ അപ്പനിലൂടെ കിട്ടേണ്ട ആ ഒരു കൃപ, അമ്മയിലൂടെ കിട്ടേണ്ട കൃപ, ആ ജോലിയിലൂടെ കിട്ടേണ്ട കൃപ, എല്ലാം ഓരോന്നോരോന്നായിട്ട് പൈശാചിക ശക്തി എടുത്തു മാറ്റിയിട്ട് ഒരു അപകടത്തിലേക്ക്, ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയി ആ മകനെ ചാടിച്ചു. പ്രിയപ്പെട്ടവർ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം നിന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോഴാണ് തനി സ്വഭാവങ്ങളൊക്കെ ഓരോന്നോരോന്ന് തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ മകൻ എങ്ങനെയാണെന്നറിയോ ചെയ്യാൻ തുടങ്ങിയത്? ദുശീലങ്ങളിലേക്ക് പോയി. സിഗരറ്റ് വലി തുടങ്ങി, മദ്യപാനം തുടങ്ങി, ഓരോരോ ദുശീലങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. നോക്കിയേ, പിശാച് ആ മകനിൽ നിന്ന് ഓരോരോ കൃപകൾ എടുത്തു മാറ്റിയിട്ട് അവനെ പിന്നെ ചുറ്റുനിന്ന് ആക്രമിക്കുകയാണ്. പല ദുശീലങ്ങളോട് ഈ മകനെ ആക്രമിക്കുകയാണ്. 6 മാസം തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ ആ കുടുംബം, അവരുടെ 2 പേരുടെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് രണ്ടും 2 വഴിക്ക്. ആ മകൻ ഇവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ആ മകൻ പറഞ്ഞൊരു കാര്യം ഇതാണ്ട്, ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി വന്നതാണ് അച്ഛാ. ഒരിറ്റ് സമാധാനത്തിന് സമാധാനം അടിസ്ഥാനപരമായിട്ട് വേണ്ടൊരു കൃപയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. ഈ സമാധാനം പോലുമില്ല, അടിസ്ഥാനപരമായിട്ട് കർത്താവ് നൽകിയ കൃപ പോലുമില്ല. എല്ലാ കൃപയും കർത്താവിൻ്റെ കൃപയും പൈശാചിക ശക്തി എടുത്തു മാറ്റിയില്ല. എങ്ങനെ ഇത് സംഭവിച്ചു? യേശു ആഗ്രഹിക്കുന്ന കൃപയിൽ നീ ജീവിക്കേണ്ട സമയത്ത് മറ്റുള്ള പൈശാചികമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു പോയിട്ട് വേറെ ചില സ്വാധീനങ്ങളിൽ പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ജീവിതം വഴിതന്നി മാറിക്കൊണ്ടിരിക്കുന്നു. അപകടത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം ഓർക്കുക. സങ്കീർത്തനം 84:3 പറയുന്നു, എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മിവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ന് പറഞ്ഞാൽ കൃപയുടെ തണലിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയോട് ചേർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയുടെ കൃപ നിറയുന്നവർ ഭാഗ്യവാന്മാർ. കൃപ നഷ്ടപ്പെടുത്തുവാൻ പിശാച് ആഗ്രഹിച്ചു. ആ മകൻ്റെ ജീവിതം തകർത്തു. ഈ മകൻ വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ, കുമ്പസാരിച്ചൊന്ന് വിശുദ്ധീകരിക്കണം അച്ഛാ, എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് പോയിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കാലിൽ വീണൊന്ന് മാപ്പപേക്ഷിക്കണം അച്ഛാ. ഇതാണ് ഈ മകൻ്റെ ആകെയുള്ള ഒരു സ്വപ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ വലിയ വലിയ കൃപകൾ കുത്തി നിറയ്ക്കുമ്പോൾ, മറ്റ് പലതും കാണിച്ച് പിശാച് നിങ്ങളെ മാടി വിളിക്കുമ്പോൾ, കൃപ നഷ്ടപ്പെടുത്തുന്ന ഒരിടപാടിലേക്കും പോകരുത്, ഒരു രീതിയിലേക്കും പോകരുത്. ദൈവസ്നേഹത്തിൽ മാത്രം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിക്കാതെ, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് തടസ്സം നിന്നുകൊണ്ട് മറ്റുള്ള പല ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ
ജീവിതം നോക്കിയിട്ട് ഏതെങ്കിലും ദൈവമക്കൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ അപ്പൻ്റെ അമ്മ എതിര് നിന്നുകൊണ്ട് ഏതെങ്കിലും മോശം ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദയവായി തിരിച്ചറിയണം, നിങ്ങളുടെ ബന്ധം ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഒരു 6 മാസത്തെ ആയുസ് പോലും അതിനുണ്ടായിക്കൊള്ളുന്ന ഒരു ഉറപ്പുമില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപയില്ലാതെ ആരും ഈ വിവാഹം എന്ന ഒരു കുദാശ സ്വീകരിക്കരുത്. ദൈവകൃപയോടെ പ്രാർത്ഥിച്ചൊരുങ്ങാതെ ആരും അത് സ്വീകരിക്കരുത്. കാരണം കുടുംബത്തിൽ മുന്നോട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഈ കൃപ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. യേശു ഒരു മനോഹരമായിട്ടൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ യഹൂദന്മാർ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഉപേക്ഷാപത്രം കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് മോശം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്ത് കാര്യമാണ് പറയണത്? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, വിവാഹ ജീവിതത്തെക്കുറിച്ച് അടിസ്ഥാന കാതലായിട്ടുള്ളൊരു കാര്യം കർത്താവ് പഠിപ്പിക്കുക. എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 19:11 അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കൃപയുടെ നിറവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വിവാഹ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ദൈവകൃപ സ്വീകരിച്ചിട്ട് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുള്ളൂ. കൃപ സ്വീകരിക്കാത്ത ആർക്കും വിവാഹം എന്ന കൂദാശയുടെ പവിത്രത മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്ന് കർത്താവ് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവകൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ എന്ത് അനർത്ഥങ്ങളുണ്ടായാലും കൃപ സ്വീകരിച്ച വ്യക്തിക്ക് ആ അനർത്ഥങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നു, എന്നിട്ട് ഈ മകൻ ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ചു പോയിട്ട് പറഞ്ഞ കാര്യം എന്നറിയോ? എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥന നിർത്തിയിട്ടില്ലായിരുന്നു അച്ഛാ. എൻ്റെ അപ്പനും അമ്മയും ഞാൻ തിരിച്ചു ചെന്നപ്പോൾ എന്നെ 2 കരങ്ങളും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചൊരു കാര്യം, നിൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചെന്ന് നീ ചിന്തിച്ചാലും നിനക്കൊന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ, ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെയും അമ്മയുടെയും ഉള്ളിലുണ്ടായിരുന്ന ആ കൃപ, ആ കത്തി ജ്വലിക്കുന്ന കൃപ കൊണ്ട് ഈ മകൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ബുദ്ധിയല്ല, സാമർഥ്യമല്ല, പൈസയല്ല, ആൾക്കാരുടെ ശക്തിയല്ല. തിരിച്ചു കൊണ്ടുവരുന്നത് ദൈവകൃപയാണ്. ഒരു മകനെ, ഒരു മകളെ, ദുശ്ശീലങ്ങളിലായിരിക്കുന്ന ഭർത്താവിനെ, അല്ലെങ്കിൽ വേറെ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന മക്കളെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കാവില്ല പ്രിയപ്പെട്ടവരെ, ദൈവകൃപയ്ക്ക് മാത്രമേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വളരെ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വചനമാണിത് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് കൃപ സ്വീകരിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, പ്രഭാഷകൻ 32:14 പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. കേട്ടോ, എത്ര കൃത്യമായിട്ട് പറയുന്നത്. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കീഴടക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗങ്ങളായിരിക്കും നിങ്ങളെ കീഴടക്കുന്നത്, കടബാധ്യതകളായിരിക്കും നിങ്ങളെ കീഴടക്കുന്നത്, മോശം ബന്ധങ്ങളായിരിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്, പല കാര്യങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് ഈ കാര്യങ്ങളുടെ പുറകെ നീ ആവലാതിപ്പെട്ട് ഓടാതെ അവിടുത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ നിനക്ക് കൃപ ലഭിക്കും. പിന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ കുടുംബത്തിൽ നിറയട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ഒരു 10 മിനിറ്റ് കുടുംബത്തോട് വിളിക്കുന്ന പ്രാർത്ഥിക്കാൻ നമ്മൾ തീരുമാനം എടുക്കണം. ഈ കൃപ കിട്ടിയിട്ട് ബാക്കി 24 മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ആ 10 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകട്ടെ. അതുകൊണ്ട് വചനം പറയുന്നു, പ്രഭാഷകൻ 32:14 പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കർത്താവിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അതാണല്ലോ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതിനൊന്നും ഒരു കഴിവും പറയാൻ പാടില്ല. 10 മിനിറ്റ് നമ്മൾ കുടുംബത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കൃപ ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കൃപ കൊണ്ട് നിറഞ്ഞാൽ ആ കുടുംബത്തിൽ പല മാറ്റങ്ങൾക്കും നിങ്ങൾ വഴി അത് കർത്താവ് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും അടുത്ത വചനം പറയുക, പ്രഭാഷകൻ 3:18 നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നമുക്ക് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചിട്ട് ജോലി ചെയ്തെല്ലാം നേടാമെന്ന് വിചാരിക്കരുത്. തെറ്റാണത്. നമ്മൾ അഹങ്കരിച്ചുകൊണ്ടേയിരിക്കും. അത് അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. അല്ല, ഒരിക്കലും നടക്കാൻ പോണ കാര്യമല്ല. ഇവിടെ ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ആശാരിയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു പ്രാവശ്യം ഇവിടെ ധ്യാനം കൂടാൻ വന്നു. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ, എനിക്ക് ധ്യാനത്തിൽ നിന്നും ബോധ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ, അതാണ് എൻ്റെ കൈകളിൽ കൂടെ പോകേണ്ടത്. രാവിലെ എഴുന്നേറ്റ് ആ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ മിനുസപ്പെടുത്തുന്ന ഒരു ഇതുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ മിനുസപ്പെടുത്തും പറയാം. ഇത് എന്നിട്ട് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ മിനുസപ്പെടുത്തും പറയാണ്, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ വലിക്കുമ്പോൾ ഇയാൾ പറയണ കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. നോക്കി, ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു ആശാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ഈ മരം ഇങ്ങനെ മിനുസപ്പെടുത്തുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ആദരത്ത് വലിക്കും പറയാം, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മനുഷ്യൻ.
ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം, ഈ കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ആ മിനുസമുള്ള പ്രതലത്തേക്കാൾ സുന്ദരമായി തീരും. ഇതാണ് ആ മനുഷ്യന് കിട്ടിയ ബോധ്യം. നിങ്ങളുടെ ജീവിതം സുന്ദരമായി തീരും പ്രിയപ്പെട്ടവരെ. ദൈവകൃപ ഇങ്ങനെ ഉള്ളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ജീവിതം എത്രയും സന്തോഷം കൊണ്ട് നിറയും, അഭിഷേകം കൊണ്ട് നിറയും. ഇതിനൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവകൃപ നിറയട്ടെ. ആ ഒരു ആശാരിയായിട്ടുള്ള മനുഷ്യന്, അക്രയസ്ഥനായിട്ടുള്ള കിട്ടിയ ആ മനുഷ്യന് കിട്ടിയ ആ ഒരു വെളിപാട് എന്തൊരു വലിയ വെളിപാടാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിനവൻ പറയുന്നു, പ്രഭാതത്തിലുണ്ടെന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. എളിമയോടെ പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് കൃപ ലഭിക്കും. ഈ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? മിക്ക ലേഖനങ്ങളുടെ അവസാനം ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഉദാഹരണം പറയാം. കൊളോസോസ് 4:18 പറയുന്നത് അറിയാം, ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കേട്ടോ, നിങ്ങളോട് കൂടെ. ഞാനിപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഞാനിവിടെ ദൂരത്താണ്, ഞാനിപ്പോൾ ജയിലിലാണ്, എന്നാലും പറ്റില്ല. ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പൊതിഞ്ഞ് നിൽക്കേണ്ടത് കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ കൃപ നമ്മളിൽ നിറയട്ടെ. സ്നാപക യോഹന്നാനിൽ നിറഞ്ഞൊരു കൃപയുണ്ടല്ലോ. നോക്കുക, അദ്ദേഹം സ്നാപക യോഹന്നാൻ ശക്തമായി കൃപ നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ മനുഷ്യൻ. ഇദ്ദേഹം പറഞ്ഞു, യേശുവിനെ കണ്ടപാട് ഇദ്ദേഹം വിളിച്ച് പറയുക, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവിക പദ്ധതികളെയും തിരിച്ചറിയാൻ സാധിക്കും. ദൈവകൃപ നിറഞ്ഞാൽ ദൈവത്തെയും ദൈവിക പദ്ധതികളെയും തിരിച്ചറിയാൻ സാധിക്കും. കുടുംബത്തിലെ പല കാര്യങ്ങളും കണ്ട് നമ്മളങ്ങനെ പേടിച്ചോടുകയൊന്നുമില്ല. അല്ലെ മക്കളുടെ ജീവിതത്തിൽ ചില തകർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ പേടിച്ചോടുകയൊന്നുമില്ല. ദൈവ പദ്ധതി കണ്ടിട്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കും. കണ്ടോ, അതാണ് സ്നാപക യോഹന്നാൻ കൃപ നിറഞ്ഞപ്പോൾ യേശുവിനെ കണ്ടപാട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്നാണ് കുഞ്ഞാടെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു നോഷനാണ് എടുത്തിട്ട് പറയണത്. അത് കൃത്യം പറയുകയാണത്. ദൈവത്തിൻ്റെ അഭിഷേകം നിറയും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ തളരില്ല. ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ കൃപ അഭിഷേകം നിറയുവാനും നമുക്ക് സാധിക്കട്ടെ. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലെ ശക്തി ദൈവകൃപയാണ്. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ഒരിക്കൽ പോലും പിശാച് കൃപ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഓർമ്മിക്കുന്നു, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൽ ദൈവകൃപ അധ്വാനിക്കും. ഇനി മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ആ കൃപ നിന്നെ വലിച്ചെത്തിക്കും. ഇനി മുതൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. നിന്നിലൂടെ നിൻ്റെ കുടുംബം ഒരുപാട് ആളുകൾ വലിയ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും കടന്നു വരും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.